വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട സകല ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊരു മാർക്കും മിസ്സാകില്ല. സോ ഇന്ത്യൻ പോളിസിയിലെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. The annual financial statement of the Government of India in respect of each financial year shall be presented to the House of Recommendation of. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വർഷാവർഷമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ബില്ലിനാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ബില്ല്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ബില്ല് എന്താണ് എല്ലാ വർഷവും പ്രസൻറ്റ് ചെയ്യുന്നത് ആരുടെ റെക്കമെൻഡേഷൻ കൊണ്ടാണ്. ഒരാളെ റെക്കമെൻഡ് ചെയ്യണം, ഫിനാൻഷ്യൽ ബില്ല് പറയുന്നതിന് ഒരാളെ റെക്കമെൻഡ് ചെയ്യണം. അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? ഓക്കെ, ഓപ്ഷൻസ്: സ്പീക്കർ മേ ഡയറക്റ്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ ഡയറക്റ്റ്, പാർലമെൻറ്റ് മേ ഡിസൈഡ്, ഫിനാൻസ് മിനിസ്റ്റർ മേ ഡിസൈഡ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ബില്ല് എന്ന ടോപ്പിക്കിൽ നിന്നാണ്. സോ നമുക്ക് ഫിനാൻഷ്യൽ ബില്ല് മാത്രമല്ല, നമുക്ക് മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലും ഫുൾ ടോട്ടലായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആൻസർ എന്താണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. സോ എന്താണ് മണി ബിൽ? സോ മണി ബിൽ ആർട്ടിക്കിൾ 110 ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 110 മണി ബില്ല്. നോട്ട് ഇൻട്രൊഡ്യൂസ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കൺസെൻറ്റ് വേണം ഇത്. അതായത് ഫിനാൻഷ്യൽ ബില്ല് മണി ബില്ലിന് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കൺസെൻറ്റ് വേണം പറയണമെങ്കിൽ. ഓക്കെ, നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസെൻറ്റ് വേണം ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ. പിന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ലോക്സഭയിൽ മാത്രമാണ്. ഓൺലി പ്രസൻറ്റ് ഇൻ ലോക്സഭ. സ്പീക്കർ വിൽ സർട്ടിഫൈസ്. അപ്പോൾ സ്പീക്കറാണ് ഇത് ചെക്ക് ചെയ്തിട്ട് പറയുക ഇത് മണി ബില്ലാണോ അതോ ഒരു ഓർഡിനറി ബില്ലാണോ ചെക്ക് ചെയ്ത് പറയുന്നത് സ്പീക്കറാണ്. സോ സ്പീക്കർ വിൽ സർട്ടിഫൈസ് ഇറ്റ്സ് മണി ബില്ലാണോ എന്ന്. ഓക്കെ, ദെൻ മണി ബിൽ ഡീൽസ് വിത്ത്. ഓക്കെ, മണി ബില്ല് എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? ടാക്സ് കൊടുക്കുന്നത്, ടാക്സ് ഒഴിവാക്കുന്നത്, ടാക്സ് കൂട്ടുന്നത്, പിന്നെ ഗവൺമെൻറ് കടമെടുക്കുന്നത്, പിന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട്. നമ്മൾ കൺസോളിഡേറ്റഡ് ഫണ്ടും കണ്ടിജൻസി ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് പറയാം. സോ ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട മണി ബില്ല് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഒന്ന് ടാക്സ്, ഗവൺമെൻറ് ബോറോയിങ്, പിന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് പിന്നെ നമുക്ക് വേണമെങ്കിൽ മണി ബില്ല് രാജ്യസഭയിലേക്ക് റെക്കമെൻഡേഷൻ അയക്കാം. രാജ്യസഭയിൽ റെക്കമെൻഡേഷൻ അയച്ചു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് ഒരിക്കലും ഇത് റിജക്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ ഇതൊരു 14 ദിവസത്തേക്ക് ഒരു 14 ഡേയ്സ്, ഓക്കെ, 14 ഡേയ്സിലേക്ക് രാജ്യസഭയ്ക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഡിലേ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 14 ഡേയ്സിലേക്ക് ഡിലേ ചെയ്യാം. പക്ഷേ അതിനുശേഷം രാജ്യസഭ എന്തായാലും പാസ്സാക്കിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം, മണി ബില്ലിന് പ്രസിഡൻറ്റിൻ്റെ കൺസെൻറ്റ് വേണം. ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. സ്പീക്കറാണ് സർട്ടിഫൈ ചെയ്തത്. ആർട്ടിക്കിൾ 110. പിന്നെ ടാക്സ്, ഗവൺമെൻറ് ബോറോവിങ്, കൺസോളിഡേറ്റഡ് ഫണ്ട്, ഇതൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ. 14 ദിവസം മാത്രമേ ഡിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, രാജ്യസഭയ്ക്ക്. ഇതാണ് മണി ബില്ല്. മണി ബില്ലിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോക്സഭയാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് മണി ബില്ലിൽ ഓർത്ത് വയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ. സോ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ബില്ല്. ഫിനാൻഷ്യൽ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഓർമ്മല്ലേ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്, അതാണ് ഫിനാൻഷ്യൽ ബില്ല്. ഓക്കെ, റിലേറ്റഡ് ടു ടാക്സ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ. സോ ഒരു മിനിറ്റ്, ഫിനാൻഷ്യൽ ബില്ലിൻ്റെ ആർട്ടിക്കിൾ 117 ആട്ടോ. ആർട്ടിക്കിൾ 117 റിലേറ്റഡ് ടു ടാക്സ്, റവന്യൂ, എക്സ്പെൻഡിച്ചർ. ടാക്സുമായിട്ടും റവന്യൂ ആയിട്ടും എക്സ്പെൻഡിച്ചറായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നോട്ട് സർട്ടിഫൈഡ് ആസ് മണി ബില്ല്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പീക്കറാണ് സർട്ടിഫൈ ചെയ്യുക മണി ബില്ലാണോ ഇതാണോ എന്ന്. ഇതിൻ്റെ ഫിനാൻഷ്യൽ ബില്ലിന് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, നീഡ്സ് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ. ഫിനാൻഷ്യൽ ബില്ലിനും മണി ബില്ലിനും പ്രസിഡന്റ് റെക്കമെൻഡേഷൻ അത്യാവശ്യമാണ്. ഇത് വേണ്ടാത്ത ഒരു ബില്ല് അമെൻമെൻറ്റ് ബില്ലാണ്, അതിന് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ആവശ്യമില്ല. ഓക്കെ, എക്സാക്ട്ലി മണി ബില്ലിനും ഫിനാൻഷ്യൽ ബില്ലിനും പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് മറക്കേണ്ട. ഫിനാൻഷ്യൽ ബില്ലിന് നീഡ്സ് പ്രസിഡൻസ് റെക്കമെൻഡേഷൻ. പിന്നെ ബോത്ത് ഹൗസ് ഹാവ് ഈക്വൽ പവർ. രാജ്യസഭ ഈ സ്ട്രോങ് ഹിയർ, അതായത് രണ്ട് ഹൗസിനും ഈക്വൽ പവറാണ്. ഓക്കെ, രാജ്യസഭയ്ക്ക് കുറച്ച് പവർ കൂടുതലുണ്ട്, പക്ഷേ രണ്ട് ഹൗസിനും ഈക്വൽ പവറാണ്. രണ്ട് ഹൗസിലും ഇത് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ്. നമുക്ക് രാജ്യസഭയിലും പറയാൻ കഴിയും, ലോക്സഭയിലും പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ രാജ്യസഭയ്ക്കാണ് കൂടുതൽ പവർ. അമെൻഡ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള പവർ രാജ്യസഭയ്ക്കാണ്. ഓക്കെ, അമെൻമെൻറ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള പവർ രാജ്യസഭയ്ക്കാണ്. രണ്ട് ഹൗസിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് ഫിനാൻഷ്യൽ ബില്ല്. എന്താണ് ഫിനാൻഷ്യൽ ബില്ല് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, ഇത് സിമ്പിളല്ലേ. ഇത് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ്
നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ ബില്ല് തന്നെയാണ്. ഫിനാൻഷ്യൽ ബില്ലിനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് ആരുടെ റെക്കമെൻഡേഷനിലാണ്. ഓക്കെ, ആരുടെ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ അതാണ് ചോദ്യം. സോ നമ്മൾ പഠിച്ചു മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ ഡയറക്റ്റ്, പുള്ളിയാണ് ഡയറക്റ്റായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതിന് ആൻസർ കിട്ടിയില്ല നമുക്ക്. ഇതോടൊപ്പം നമ്മൾ എന്ത് പഠിച്ചു? മണി ബില്ലും പഠിച്ചു, ഫിനാൻഷ്യൽ ബില്ലും പഠിച്ചു. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു, ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തു. സോ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഹലോ, എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയും എഡിറ്റിങ്ങും കുറച്ച് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിക്ക് ഒരു കുറവുണ്ടാവില്ല. ഏറ്റവും വാല്യുബിളായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഒരു മാർക്ക് പോലും മിസ്സാത്ത രീതിയിലേക്ക് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. സോ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.